ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പുതിയ സ്ഥലത്തോട്ട് വന്നേക്കുവാണ്. മൈസൂർ സൂവിലാണ് നമ്മൾ പോകുന്നത്. ഇതല്ല, ഞങ്ങൾ ജസ്റ്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കിന്ന് മൈസൂർ സൂവിലെ കാഴ്ചകൾ കാണാം. ഒരു 8 കിലോമീറ്റർ അല്ലേ, 8 കിലോമീറ്റർ സംതിങ് ഉണ്ടെന്നാണ് പറയുന്നത്, അറിയത്തില്ല. നമുക്കെന്താണ് ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇതാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലോട്ടുള്ള എൻട്രൻസ്. ആൾക്കാർ കയറി വന്നിട്ടില്ല, ഇവിടെ നമ്മൾ കയറി വരുന്നത്. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. ഒരാൾക്ക് 100 രൂപയാണ്, അഡൽസിന് 100 രൂപ, കിഡ്സിന് 50 രൂപ. 5 വയസ്സിന് വേണം. ബിലോ 5 ഇയേഴ്സ് അല്ല, 5 ഇയേഴ്സ് തൊട്ടുള്ള പിള്ളേർക്ക്, 12 വയസ്സ് വരെയുള്ള പിള്ളേർക്ക്, 5 വയസ്സിന് താഴെയുള്ള മോളുടെ പിള്ളേർക്ക്. താമര നമ്മളങ്ങനെ നമ്മുടെ ഈ സൂവിൻ്റെ അകത്തോട്ട് കടക്കുമ്പോൾ തന്നെ ഫസ്റ്റിലെ തുടക്കം എന്ന് പറയുന്നത് ഓരോ ബേഡ്സിൻ്റെയാണ്. ഇതിൻ്റെ പല തരത്തിലുള്ള ബേഡ്സുകളാണ്. ഫസ്റ്റിലെ തന്നെ ഉള്ളത് ഈ ലവ് ബേഡ്സിൻ്റെയാണ് കേട്ടോ. നമ്മൾ കണ്ണിൽ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പല 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 കളറിലുള്ളതും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലവ് ബേഡ്സിൻ്റെയും ഇതുണ്ടല്ലേ. ഞങ്ങളിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇതുണ്ടല്ലേ, ഇതൊരു 3 തരത്തിലുള്ള ലവ് ബേഡ്സുകളുടെ ഏരിയ ഇതുണ്ടല്ലേ, 3 എണ്ണം ഉണ്ട്. അതിനകത്ത് നോക്കിയത് നല്ല രസമാണ് കേട്ടോ, ഒരുപാടുണ്ട്. ഞങ്ങളിങ്ങനെ നോക്കിയപ്പോൾ താഴോട്ട് നോക്കിയപ്പോൾ ഒരു ലവ് ബേഡ്സിൻ്റെ കുഞ്ഞ് താഴെ കിടപ്പുണ്ട്. പക്ഷേ ചത്തുപോയില്ല, ഇതുണ്ടല്ലേ ഈ വെള്ള, അത് ചത്തുപോയില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് ഗാർഡ്സിനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞിരുന്ന പോലെ അതിന് താഴെ പോയിരുന്നു. പിന്നെ അവർ വന്നതിനെ എടുത്ത് കൂട്ടിലിട്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് താണ്ടെ ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഈ പലതരത്തിലുള്ള കിളികളുടെ തന്നെയാണ്. ഇതുണ്ടല്ലേ നമ്മുടെ മയിലുകളാണ്. ഇതുണ്ടല്ലേ ഒരുപാട് മയിലുണ്ട്. ഇതെല്ലാം ഭയങ്കര വലിയ കൂടുകളാണ്. ഓരോ പക്ഷികളുടെയും കേജെന്ന് പറഞ്ഞാൽ വലിയ കൂടുകളാണ്, ഭയങ്കര വലിപ്പത്തിലാണ്. ഇതില്ല ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ പീലി പിടിഞ്ഞ് നിൽക്കുവാണ്. ഇതെല്ലാം നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും നമ്മുടെ മൈസൂർ സൂവിൽ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതുണ്ടല്ലേ നല്ല ഭംഗിയാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും വലിപ്പമുള്ള, അതായത് ഇത് കണ്ടില്ലേ, ഒരു നമ്മുടെ കഴുകൻ്റെ വലിപ്പമുള്ള നമ്മുടെ മൂങ്ങാനെ കണ്ടിട്ടുണ്ടോ? ഇതുണ്ടോ, ഭയങ്കര വലിയ മൂങ്ങായുടെ കേന്ദ്രമായിരുന്നത്. അത് കഴിഞ്ഞ് കണ്ടതാണ് ഞാൻ ഞെട്ടിപ്പോയി. ഇതുണ്ടല്ലേ ലവ് ബേഡ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു 10,000 ലവ് ബേഡ്സുകൾക്ക് വേണ്ടി മാത്രം ഒരു സ്ഥലം. ഇതുണ്ടല്ലേ, അതുങ്ങളങ്ങ് പെരുകേക്കുമാണ്. അതുപോലെയാണ് ഇത്. ഒരു കുറഞ്ഞ ഒരു 20,000 ഉണ്ടെങ്കിലും ഉണ്ടെന്നാണ് എനിക്കൊരു തോന്നുന്നത്. കാരണം അതിൻ്റെ അതുങ്ങൾക്ക് എല്ലാം കൂടെ നിൽക്കാനുള്ള ഏരിയ ഇല്ല. അതുപോലെ ലവ് ബേഡ്സുകളാണ്. ഇതല്ലേ, നിങ്ങളുടെ സൗണ്ട് കാരണം ആ സൂ ഫുൾ ഭയങ്കര സൗണ്ടാണ്. കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കണം. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, കാരണം എല്ലായിടത്തും ഇത് തന്നെയാണ്, ഈ കിളികൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏതിനെ കാണണമെന്ന് നമുക്കറിയത്തില്ല. കാണാൻ പറ്റുന്നതെല്ലാം നമ്മൾ നോക്കി നടക്കും. എന്തുണ്ടല്ലേ, ഇതിനകത്ത് കൂട് വലിയ കൂടായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. നിങ്ങൾ എവിടെ ഇരിക്കുന്ന അറിയത്തില്ല. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയത്തില്ല, എവിടെയെങ്കിലും ചെറിയ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇതിനെ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കണ്ടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ നടന്നു വന്ന് ഇപ്പോൾ തന്നെ വെള്ള മയിൽ ഇതല്ലേ, വെള്ള മയിൽ. ഇതിനെ ഞാൻ നമ്മുടെ ഈ ടി വിയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, നേരിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വെള്ള മയിൽ നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട്. ഇതിന് പക്ഷേ പീലി വിരിഞ്ഞ് നിൽക്കുന്ന നമ്മൾ കണ്ടില്ല. ഇതിങ്ങളിങ്ങനെ കമ്പേ കൂടെ കയറിയിരിക്കുമായിരുന്നു അല്ലേ. ഒരെണ്ണം പറന്ന് താഴോട്ട് വന്നു. ഇത് കണ്ടോണം, ഇതുണ്ടല്ലേ 4 എണ്ണം കണ്ട് ഉണ്ടായിരുന്ന കൂട്ടിൽ. നല്ല രസമാണ് കാണാനായിട്ട്, ഭയങ്കര വലുപ്പത്തിൽ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നേരെ തിരിഞ്ഞ് പുറകോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇതല്ലേ നമ്മുടെ ഒറ്റക്കാലം നിൽക്കുന്ന, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കാൻ നേരത്തെ നമുക്കുണ്ടായിരുന്നു ഒരു മലയാളം പാഠപുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് എന്തോ ഒരു കവിതയോ അങ്ങനെ ഉണ്ടായിരുന്നു. എന്നപ്പോൾ ഞാനിത് ഓർമ്മ വന്നിട്ടില്ലേ, ഒറ്റക്കാലം ഇങ്ങനെ നിൽക്കും, തപസ്സിരിക്കുന്നത്. ഇതല്ലേ തപസ്സിരിക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കും. ഇതല്ല അതിൻ്റെ പേരെന്തോ ഉണ്ട്. ഇതല്ലേ 2 എണ്ണം ഉള്ള ആ കൂട്ടിൽ, ഭയങ്കര വലുപ്പത്തിലുള്ളതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കുവാണ്, ഞാനും കൊച്ചും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവൻ ഇതിനെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്തോ പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ
അത് കഴിഞ്ഞാണ് ഇങ്ങനെ പോവാണ്. ഭയങ്കര വൃത്തിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെയുള്ള ഈ കേരളത്തിലെ സൂകളിനെക്കാട്ടിലും ഭയങ്കര വൃത്തിയാണ് ഇവിടുത്തെ സൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ നമ്മളിപ്പോൾ ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ കർണാടകയിൽ പോയപ്പോൾ ഉള്ളൊരു നമുക്ക് അറിയാൻ സാധിച്ചത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 300 രൂപ അല്ലെങ്കിൽ 100 രൂപ 150 രൂപ കൊടുത്താലും നമുക്കൊരിക്കലും നഷ്ടം വരത്തില്ല. കാരണം അതിന് മാത്രം കാണാനുള്ളതുണ്ട് അവിടെ. ഇതുണ്ടല്ലേ, ഇതൊരു തരം ഡക്കാണ്. ഇതുണ്ടല്ലേ, നല്ല രസമാണ് കാണാനായിട്ട്. ഇതിനെയൊക്കെ നമ്മൾ ഈ ആനിമൽ പ്ലാനറ്റ് ചാനലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുണ്ടല്ലേ, നല്ല രസമാണ് കാണാനായിട്ട്. ഇതിനെയൊക്കെ മുട്ട ഞങ്ങൾ കണ്ടു കേട്ടോ. അതിൻ്റെ സൈഡിലുണ്ടായിരുന്നു മുട്ടയൊക്കെ. അടുത്ത് ഞങ്ങളിങ്ങനെ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് ഒരുപാട് മലയാളികളുണ്ടായിരുന്നു. ഇതുണ്ടല്ലേ, ഇവിടെ എല്ലാം ഇത് തന്നെയാണ്. ഇതും എന്തോ ഒരുതരം ഈ ദേശാടന പക്ഷി പോലത്തെ സംഭവമായിരുന്നു. കണ്ടില്ലേ, ഭയങ്കര ചുണ്ടും. നമ്മൾ ഈ ദേശാടന പക്ഷിയുടെ ചാനലിനകത്ത് കണ്ടിട്ടുണ്ട് അതിനെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കറങ്ങി വന്ന് കഴിയുമ്പോഴും എവിടെ തിരിഞ്ഞാൽ ഈ കിളികൾ തന്നെ ഒരു ഭയങ്കര ശബ്ദമാണ് ഈ കിളികളുടെ. ഇതല്ലേ, ഇതൊക്കെ ഈ ചെറിയ കിളികളാണ്. ഈ കാട്ടുകോഴിയെ പോലെ തന്നെ ഇരിക്കുന്ന ഐറ്റംസാണ് ഇതല്ല കേട്ടോ. എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വായിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര മനസ്സിലാകാത്ത എന്താ എഴുതിയേക്കുന്നത്. അവരുടെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ നമുക്ക് ഇതല്ലേ, സിൽവർ ഫിസേറ്റ് എന്താ സംഭവം. ഇത് നമ്മുടെ ഇത് പരുന്തിൻ്റെയാണ്. അതിന് വേണ്ടി 2 കൂട് അതിനകത്തുണ്ട്. ഇല്ലേ, നല്ല ഫ്ലൈവുഡ് വെച്ചുണ്ടാക്കിയ 2 കൂടുകളുണ്ട് അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഇതിൻ്റെ പേരെന്തുവാണോ, ഇതും അത് തന്നെ കണ്ടില്ലേ. ഇത് ഈ തത്തവർഗത്തിൽ, ഈ ആഫ്രിക്കൻ തത്തവർഗത്തിലുള്ള എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെയൊക്കെ കൂടുകൾ കാണാൻ ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വൃത്തിയും മെനയൊന്നും കാണത്തില്ല. എങ്ങനെയും കൊണ്ടുപോകണമല്ലോ എന്നുള്ളൊരു മൈൻഡിലല്ലേ നമ്മുടെ ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വൃത്തിയാണ്. അതുപോലെ ആൾക്കാരും വരുന്നുണ്ട്. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതുണ്ടല്ലേ, അതുപോലെ സജ്ജീകരണങ്ങളാണ് ഈ വരുന്ന ആൾക്കാർക്ക് വേണ്ടി കാണാൻ വേണ്ടി. അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് എല്ലാം അതിനകത്തുണ്ട്. അതിനകത്ത് എല്ലാമാണോ കുടിക്കാനായിട്ട്. ഓരോ ഒരു 200 മീറ്റർ കടക്കും തോറും നമുക്കിനി വെള്ളം കുടിക്കാനായിട്ട് നമുക്ക് എല്ലാ സജ്ജീകരണങ്ങളും വേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 100 രൂപ കൊടുത്താലും നല്ല 250 രൂപ കൊടുത്താലും നമുക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. അതിന് മാത്രം നമുക്ക് കാണാനുള്ളതുണ്ട് കേട്ടോ. ഫുഡ് കൊടുക്കുന്നത് എങ്ങോട്ടാ അവര് പോയെ? അങ്ങനെയാണോ പോയെ? അപ്പം
നമ്മൾ സൂവിൽ വരുമ്പോൾ ഫസ്റ്റ് എൻട്രൻസിന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേർഡ്സിന്റെ പല വെറൈറ്റി ഓഫ് ഇവിടെ എല്ലാം ബേർഡ്സ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വലിയ വലിയ ആനിമൽസിന്റെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ബേർഡ്സിന്റെ ഏരിയ മൊത്തം നമ്മൾ കവർ ചെയ്ത് നമ്മൾ ആനിമൽസിന്റെ ഏരിയയിലോട്ട് പോവാണ്. പോകുന്ന വഴിയിൽ കൂടി ഇതിന് നല്ല ഫോട്ടോഷൂട്ടിനുള്ള നല്ല അടിപൊളി ഏരിയസ് ഉണ്ട്. ഇതിന്റെ ആൾക്കാരുണ്ട് അവിടെ ഫോട്ടോഷൂട്ടിനുള്ള ഏരിയയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോകണം. വേണ്ട അങ്ങോട്ട് പോയി പിന്നെയും തിരിച്ചു വരും, വീണ്ടും പോവും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങൾ കുറേ നേരം അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അതൊന്ന് അടുത്ത് വരുമെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ നിന്നപ്പോൾ ആണ് കുറേ കഴിഞ്ഞപ്പോൾ പതിയെ നടന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അതിനുവേണ്ടി ഒരുപാട് സജ്ജീകരണങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ. ഒരു എന്താ പറയുക, നല്ലൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടി തന്നെ നല്ല അതുങ്ങൾക്ക് വേണ്ടിയുള്ള കമ്പും അതെല്ലാം കയറ്റി വെച്ചിട്ടുണ്ടെന്നല്ലേ, നടന്നു വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ന്യൂസുകളൊക്കെ കാണുന്നില്ലേ. ഇത് കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ അതിനെ അടുത്ത് കണ്ടു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണത് എന്തുവാ അതിൻ്റെ പേര്, ഇങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കണം. നിങ്ങൾ എവിടെയാണെന്നും അറിയാൻ പറ്റില്ല, കാരണം ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ടേ നമ്മളിങ്ങനെ കുറേ നേരം നോക്കിക്കുമ്പോൾ അറിയത്തുള്ളൂ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്ന കാണാം. നമ്മുടെ സിംഹരാജാവിൻ്റെ സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, ഇതും കടുവയാണ്. ഇതല്ലേ അതിനുവേണ്ടി ഇങ്ങനെ വലിയ ഗുഹ പോലൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടേക്കുവാണ്. ഇതില്ലേ കല്ല് വെച്ച് തന്നെ ഇത് നിങ്ങളുടെ ഗുഹ പോലെ ഉണ്ടാക്കിയിട്ടേക്കുവാണ്. അപ്പോൾ അതുങ്ങൾക്ക് ഒരു ഗുഹയുടെ ഒരു ഫീലും കിട്ടും. അതിന് വേണ്ടി കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. ഇതെല്ലാം ഓരോന്നേ ഉള്ളൂ, എല്ലായിടത്തും ഓരോന്നേ ഉള്ളൂ. ചിലയിടത്ത് മാത്രമേ ഉള്ളൂ 2 ഉള്ളത്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ആക്രമിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഇട്ടേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കാട്ടിലെ രാജാവിനെ തപ്പി ഇങ്ങനെ നടക്കുമ്പോഴാണ് അങ്ങ് ദൂരെ താണ്ട കിടക്കുന്നു നമ്മുടെ കാട്ടിലെ രാജാവ്, സിംഹരാജാവ് അങ്ങ് കിടക്കുന്നു. ഭയങ്കര ജഡായു ആയിട്ടാണ് കിടക്കുന്നത് കേട്ടില്ലേ, അങ്ങ് ദൂരെ കിടക്കേണ്ടതല്ലേ. ഇതിങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുമായിട്ട് അടുക്കാതെ അങ്ങ് മാറി അങ്ങ് കിടക്കുന്നത്. അപ്പം മനുഷ്യന്മാരെ കണ്ടു കഴിയുമ്പോഴത്തേനും ഇതിങ്ങൾ അടുത്തോട്ട് എങ്ങും വരത്തില്ല. ഞാൻ ഓർത്തത് ഇതിങ്ങൾ നമ്മളെ മനുഷ്യന്മാരെ കണ്ടു കഴിയുമ്പോഴത്തേനും അടുത്തോട്ട് വരുമെന്നാണ് ഓർത്തത്. പക്ഷേ നിങ്ങൾ വരികയില്ല, നിങ്ങൾ മാക്സിമം അങ്ങ് മാറി പോത്തേ ഉള്ളൂ. മനുഷ്യൻ്റെ ശബ്ദം കേട്ട് കഴിയുമ്പോൾ അങ്ങ് മാറി പോത്തേ ഉള്ളൂ. ഇതിൻ്റെ അങ്ങ് ദൂരെയാണ് കിടക്കുന്നത്. 2 ഉണ്ട്, പക്ഷേ 2 സ്ഥലത്താണ് കേട്ടോ. ഒരെണ്ണത്തിന് ഒരിടത്ത് ഒറ്റ ഉള്ളൂ. അതിനെ കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ അതിനെ കുറേ നേരം നോക്കിയിരുന്നു. ഇതുണ്ടല്ലേ, ഇങ്ങനെ ഒരു മലയാളിയെ കണ്ടു കേട്ടോ. ആ ചേട്ടനും മലപ്പുറത്തുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നു, മലപ്പുറം എന്നാണ് ഞങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് മലയാളികളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. കാരണം കണ്ണൂരിനൊക്കെ കണ്ണൂർ, കാസർഗോഡ് ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഇത് തൊട്ടടുത്തുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മൈസൂർ അടുത്തായതുകൊണ്ട് ഒരുപാട് മലയാളീസ് വരുന്നുണ്ടായിരുന്നു. ഇതല്ലേ, ഇതിനെ തമ്മിൽ ഒരു ഫെൻസിങ് ഉണ്ട്, 2 തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഒരു ഫെൻസിങ് ഉണ്ട്. ഇവിടെയും ഉണ്ട് സിംഹങ്ങൾ. ഞങ്ങളിങ്ങനെ നടന്നു പോകട്ടെ. മൊത്തം പുല്ല് കയറി കിടക്കുവാണ്. കാരണം അതുങ്ങൾക്കൊരു എന്താ പറയുക, ഒരു കാടിൻ്റെ ഒരു പ്രതീതി ഉണ്ടാകാൻ വേണ്ടി പുല്ല് മൊത്തം വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. ഇതല്ലേ, നമ്മളോർക്ക് അതുങ്ങളിങ്ങനെ ഈ സൈഡിൽ കൂടെ ഒന്നും ഇങ്ങോട്ട് ചാടി കയറത്തില്ല. പക്ഷേ കയറത്തില്ല, കാരണം അവിടെ ഇങ്ങനെ കുഴിച്ചിട്ടേക്കുവാണ്. സിംഹത്തിന്റെ കുഞ്ഞ് കാണത്തില്ല. അയ്യോ, കുഞ്ഞുങ്ങൾ ഒത്തിരി കാണത്തില്ല. ഞാൻ കണ്ടു ഇടയ്ക്കിടെ സിംഹത്തിന്റെ പെൺസിംഹവും പിള്ളേരും. സിംഹം കുഞ്ഞുങ്ങൾ, അതായത് അമ്മ സിംഹവും പിള്ളേരും. സിംഹം കുഞ്ഞുങ്ങളും തള്ളേ സിംഹത്തിനെയും കുട്ടികളെയും കണ്ടു. അവിടെ ഉണ്ട് സിംഹവും 2 കുട്ടികളും ഉണ്ട് അതിനകത്ത്. പക്ഷേ ഇത് നമ്മൾ ടിവിക്കത് കാണുന്നത് വലിയ സിംഹമല്ല, കുട്ടി സിംഹമാണ്. അതിന് 2 കുഞ്ഞുങ്ങളുണ്ടായത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇന്ന് 1K അടിച്ചേക്കുവാണ്. നമ്മുടെ 1K അടിക്കുന്ന ലാസ്റ്റ് നമുക്ക് സബ്സ്ക്രൈബറാണ് ഈ നിൽക്കുന്ന ആൾക്കാർ. എവിടുന്ന് വരുന്നു? കോഴിക്കോടുള്ള ആൾക്കാരാണ്. എൻ്റെ ലാസ്റ്റ് 1K ആക്കിയ നമ്മുടെ സബ്സ്ക്രൈബറാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു. പേര് പറഞ്ഞു? ദേവനന്ദ, കാശിനാഥ്, ലിജി. ഓക്കെ, അപ്പോൾ അവർക്ക് താങ്ക്സ് ഉണ്ട്. താങ്ക് യു, ബൈ. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കുരങ്ങളുടെ ഏരിയയിലായിട്ടാണ്.
നമ്മൾ ഇതുണ്ടല്ലേ, ഇതിനെ കണ്ടപ്പോഴാണ് നമുക്ക് ഒയ്യോ എന്തൊരു വലിയ വലിയ ജീവിയാണ് നമുക്ക് മനസ്സിലായത്. അതിനെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പോവാം കേട്ടോ. അടുത്തതിനെ കാണാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം നിങ്ങൾ എവിടെ ഇരിക്കുന്നത് കേട്ടോ. ഇതുങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി മനുഷ്യന്മാർക്ക് കിട്ടുന്നതിനെക്കാട്ടിലും വലിയ രാജകീയ പ്രൗഢിയുള്ള ഇരിപ്പിടങ്ങളും നമ്മുടെ ഇതുണ്ടല്ലേ, അതിൻ്റെ മണ്ടയിൽ ഒരാൾ ഇരിപ്പിടുന്നുണ്ട്. ശ്രദ്ധിച്ച് നമ്മൾ നോക്കണം. പോയിട്ടുണ്ടല്ലേ, ഊഞ്ഞാലും അതും ഇതും എല്ലാം ഉണ്ട്. ഇതുണ്ടല്ലേ, അവിടെ നിന്ന് ഉറങ്ങും. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നവരുമാണ് നോക്കുന്നത്. ഇതല്ലേ, തലയിൽ കറക്റ്റ് ഒരു ഫോട്ടോ പോസ് ചെയ്യുന്നൊരു ഫീലാണ് ഇത്. അതിൻ്റെ താഴെ തന്നെ നേരെ ഒരു മയിൽ നടപ്പുണ്ട്. ഇതല്ലേ, ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പോൾ കറക്റ്റ് ഭയങ്കര ഫോസ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇരിക്കുന്നത്. ഇതുണ്ടേ നോക്കൂ ഫ്രണ്ട്സ്. പിന്നെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മൈസൂർ സൂവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയാണ് ഈ പോകുന്നതല്ലേ. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ തോന്നുന്ന ഒരു സാധനമാണ് ഈ പോകുന്നത്. ഇതിൻ്റെ പേരെന്താ, ചിമ്പാൻസിയോ? ഈ സംഭവം ഇതുണ്ട്. ഒരു മനുഷ്യൻ്റെ അതേ ഒരു രൂപഘടനയും ഇതല്ല അതുപോലെ തന്നെയാണ് ഇരിക്കുന്നുണ്ടല്ലേ. നല്ല ഭയങ്കര മസ്കുലറായിട്ടുള്ളൊരു ജീവിതം ഓടുന്നുണ്ടല്ലേ. പക്ക അതൊരു മനുഷ്യൻ്റെ പൂർവികരാന്ന് പറയുന്നത് കറക്റ്റാണ്. ഇതല്ലേ, നല്ല രസമാണ്. ഇതുണ്ട് നടന്നു വരുന്നുണ്ടോ. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് നമ്മുടെ അടുത്തോട്ട് ഈ ചില്ലുകൂടിൻ്റെ അടുത്തോട്ട് വരുന്നത് കാണാൻ വേണ്ടി അങ്ങനെ ഒന്നിപ്പാണ് വരുന്നത്. ഇതുണ്ടല്ലേ, ഒരു കറക്റ്റ് ഒരു മനുഷ്യൻ കൈ കുത്തി നടന്ന എങ്ങനെയിരിക്കും അതുപോലെ ആ ഒരു ലുക്കും അതേ ഇതുണ്ടല്ലേ. അത് സൈഡിൽ ഒന്ന് ഇരുന്നു. അപ്പോൾ ഞങ്ങൾ അപ്പുറത്തോട് ഓടി, ഞാൻ അപ്പുറത്തോട് ഓടി. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചില്ലിൻ്റെ അടുത്തുകൂടെ വന്നത് കേട്ടോ. ഇതുണ്ടല്ലേ, ഭയങ്കര ഒരു ജീവിയാണ്. നമ്മളങ്ങനെ അതിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളെ അടിച്ച് കൊല്ലുന്നത് അതുപോലത്തെ ഇതാണ്. സിംഹമൊന്നും അല്ല ഇതിൻ്റെ മുന്നേ, അതുപോലെ വലിപ്പമാണ്. ഇതുണ്ടല്ലേ, ഞാൻ പിന്നെ ഓടി അപ്പുറത്തെ ചില്ലിൻ്റെ അവിടെ പോയി. എന്നപ്പോൾ ഇച്ചിരി അടുത്ത് കാണാൻ വേണ്ടി ഞാൻ ഓടുവാണ്. ഇതുണ്ടല്ലേ, അവിടെ വന്നപ്പം അത് ഭയങ്കര മസ്കുലറാണ്. അതിൻ്റെ തുടയൊക്കെ കണ്ടില്ലേ, കാലും തുടയൊക്കെ കണ്ട് ഭയങ്കര മസ്കുലറാണ്. ഇങ്ങനെ ആൾക്കാർ അതിനെ കാണാൻ വേണ്ടി ഓടി നടക്കുമായിരുന്നു ഇവിടെ. ഇതൊന്ന് അടുത്ത് വരുന്നത് കാണാൻ വേണ്ടി. കാരണം നമ്മുടെ ഈ ചില്ലുകൂടിൻ്റെ അടുത്തോട്ട് നിങ്ങൾ വരികയില്ല. ഇതെന്തോ ഇതിൽ ലക്കിന് വന്നതാണ് കേട്ടോ. ഇതുണ്ടല്ലോ പോകുന്നതല്ലേ, ഇതുണ്ട് കേട്ടോ. വീണ്ടും അങ്ങോട്ട് ഓടുന്നു, വീണ്ടും തിരിച്ചു അവരുടെ നടക്കുവാണ്. ഭയങ്കര പറഞ്ഞാൽ നമ്മൾ ഫോട്ടോയ്ക്കിലോ അല്ലേ വീഡിയോ കാണുന്ന പോലെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും ഭീകര ജീവിയാണത്. ഇതുണ്ടല്ലോ പോകുന്നത് കേട്ടല്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ചീറ്റപ്പൂരിനെ കണ്ടു. ഈ ചീറ്റപ്പൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ആക്റ്റീവായിട്ടുള്ള നിൽക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അതിങ്ങനെ നമ്മൾ വേട്ടയാടുന്ന ഒരു ഫീലിങ്ങനെ നിൽക്കുവാണ്. വേറെ ജീവികളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കാണുന്നത്. ഇതില്ലേ എന്തോ ഒരു ചെറിയൊരു അണ്ണാൻ ഓടി, അണ്ണനെ പിടിക്കാൻ വേണ്ടി ഓടുവാണ്. ഇതല്ലേ, സോറി കേട്ടോ, അണ്ണാനല്ലായിരുന്നു. ഇത് ചീറ്റപ്പുലികൾ തമ്മിലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ ഓർത്ത് അണ്ണാനായിരിക്കും ഓർത്തു. ഇതാണല്ലേ, ഇതും തീർത്ത് മെലിഞ്ഞതാണ്. പക്ഷേ ഭയങ്കര സ്പീഡാണ് ഈ സാധനം ഓടുന്നത്. മിനിറ്റിനൊക്കെ ഉള്ളിൽ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് പോകുന്ന സ്പീഡ് കാണുന്നത്. ഇതുണ്ടല്ലേ, ഇങ്ങനെ നടക്കുക. ഇതുങ്ങളൊന്നും ഒരിടത്ത് കിടക്കുകയല്ല കേട്ടോ, ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ എപ്പോഴും ആക്റ്റീവാണ്. അത് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സീബ്രയുടെ ഏരിയ ഉണ്ട്. സീബ്രയൊക്കെ പാവം ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ഏരിയ ഉണ്ട്. നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞാൽ 1 ഡേ ട്രിപ്പ് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും. കാരണം അതുപോലെ ഇടയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ കരടിയുടെ ഏരിയ. 2 കരടിയുണ്ട്. ആ കരടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ കൂടിൻ്റെ സൈഡിലൊരു ഡോറുണ്ട്. ഇതുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നോക്കുകയാണെന്നല്ലേ, 2 കരടി ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വലിപ്പമാണ് ഇത്. നിങ്ങൾ കാണാം, ഇതുങ്ങൾക്ക് ഭയങ്കര വലിപ്പം പറഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ്.
പോയേക്കാം. ഹനുമാൻ കുരങ്ങ നമ്മൾ രാത്രി നടന്നു പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ ഉണ്ടോ ഈ ഇന്ത്യയിൽ? ഇതിലാണോ? മൈസൂർ സന്തൽ സ്റ്റോൺ. മൈസൂർ സന്തൽ. നമ്മൾ മൂന്നാർ കണ്ടത് സ്നേക്സ് ആണ് അവിടെ. സ്നേക്ക്
പല അങ്ങനെ നമ്മൾ ഇതുണ്ടല്ലേ, ഇത് യമൂൻ്റെ ഒരു ഏരിയ കേട്ടോ. യമൂനെയൊക്കെ കണ്ടിട്ട് ജിറാഫിനെയൊക്കെ കണ്ട് ഇതുണ്ടല്ലേ, ജിറാഫിൻ്റെ ഏരിയ കണ്ടിട്ട് നമ്മളിങ്ങനെ പോവാണ്. ഇതുണ്ടല്ലേ, വലിയ ജിറാഫ്. ആദ്യമായിട്ടാണ് ഇത് ജിറാഫിനെ കാണുന്നത് കേട്ടോ. ഭയങ്കര രസമാണ് ജിറാഫിനെ കാണാനായിട്ട്. അതിനെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മളിങ്ങനെ നമ്മുടെ സൂവിലോട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ്. ഇതുണ്ടല്ലേ, ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വലത്തോട്ട് പോകണം. ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ടും അങ്ങനെ ഒരുപാട് ജോലിക്കാരുണ്ട് കേട്ടോ. ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ഇങ്ങനെ പതിയെ നമ്മുടെ ജിറാഫിനെ കണ്ടിട്ട് ഇങ്ങനെ പോവാണ്. ഇതല്ല, അങ്ങനെ നമ്മുടെ എക്സിറ്റ് അടിക്കാൻ പോവാണ്. ഇതാണ് തിരിച്ചു പോകുന്ന വഴി. നമ്മൾ കയറി വരുന്ന ഒരു വഴി കൂടെ, തിരിച്ചു പോകുന്നത് ഒരു വഴി കൂടെയാണ്. ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകണം. നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ, ബാംഗ്ലൂരിലും ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു സ്ഥലമുണ്ട്. ഞാനിപ്പോൾ ഓർമ്മ വന്ന ആ സ്ഥലമാണ്. ഈ മുംബൈയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സ്ഥലമുണ്ട്. ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നൊരു സ്ഥലമുണ്ട്. ഇതല്ലേ, ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് നമ്മൾ അങ്ങനെ നമ്മുടെ സൂവിനോട്, നമ്മുടെ മൈസൂരിലെ സൂവിനോട് നമ്മൾ വിട പറഞ്ഞ് പോവുകയാണ്. അടിപൊളിയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല അടിപൊളി. എനിക്ക് പെട്ടെന്ന് വന്ന് ഞങ്ങൾ തീരുമാനമാണ് മൈസൂർ കാണാൻ പോകാമെന്നൊക്കെ ഉള്ളത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരി, ഞങ്ങൾ വണ്ടിയൊക്കെ ഞങ്ങളുടെ തപ്പിയെടുത്ത് അടുത്ത യാത്രയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കട്ടെ. അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നമുക്ക് പുതിയ പുതിയ വീഡിയോകൾ കാണാം. ബൈ.